ഹിന്ദു ഐക്യവേദിയുടെ ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച ഉജ്ജ്വല പ്രകടനം ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലായി കടന്നു വരികയാണ്. എത്ര സ്വത്തുകൾ സംരക്ഷിക്കാം. ഇതാ വരുന്നു ഹൈന്ദവ ശക്തി. ഇതാ വരുന്നു ഹൈന്ദവരാവും ദേവി ഭക്തർ. ജയ് ജയ് ഭാരത് മാതാ. ജയ് ജയ് ഹിന്ദു ഐക്യവേദി. ദേവി ഭക്തർ. ജയ് ജയ് ഭാരത് മാതാ. ജയ് ജയ് ഭാരത് മാതാ. ജയ് ജയ് ഹിന്ദു ഐക്യവേദി. ഹൈന്ദവരാവും ദേവി ഭക്തർ. ഹൈന്ദവരാവും ദേവി ഭക്തർ. മുന്നോടിയായി വരികയാണ്. വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ മലബാർ ദേവസ്വം ബോർഡിന്റെയും ലോകനാഥ ക്ഷേത്ര ട്രസ്റ്റി ബോർഡിന്റെയും നിരന്തരമായ ആചാര ലംഘനത്തിനെതിരെ ശക്തമായ പുറത്തു പോകുമോ? അറിയാമോ? പങ്കെടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ള പ്രവർത്തിക്കുന്നു. 17 വർഷമായി ടീച്ചർ സംസ്ഥാന അധ്യക്ഷ പദവിയിലും പ്രവർത്തന നിരതയായിരുന്നു. അധ്യാപകനായി പ്രവർത്തിച്ചു. ഇപ്പോൾ റിട്ടയർഡ് ചെയ്ത് ഹൈന്ദവ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് അദ്ദേഹം. മുമ്പ് സംഘത്തിന്റെയും വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെയും ചുമതല വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി വില്യാപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷനായി പ്രഭാഷകൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സന്തോഷം. മഞ്ചേരി സ്വദേശിയാണ്. കഴിഞ്ഞ 17 വർഷമായി പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തെയും അഭിമാനപൂർവ്വം ഭക്തിപൂർവ്വം ഹിന്ദു ഐക്യവേദി ലോകനാഥ സ്ഥാനീയ സമിതി ഹിന്ദു ഐക്യവേദി അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു വിശിഷ്ടാതിഥി ശ്രീ പവിത്രൻ കെ അദ്ദേഹത്തെ അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും നവോത്ഥാന മഞ്ചേരി സുരേഷ് നാട്ടുകാരെ ഇതിലൂടെ ക്ഷേത്ര കാര്യങ്ങൾ നേരെ ചൊവ്വെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത റോഡുകളും ക്ഷേത്ര പരിസരത്ത് പാടില്ല. ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ കോടതി മുമ്പാകെ വരെ തെറ്റായ കാര്യങ്ങൾ നിർത്തുക, അല്ലെങ്കിൽ ഇട്ടേച്ച് പോവുക. നിങ്ങൾ ആ സ്ഥാനത്തിരിക്കാൻ അർഹരല്ല. കാരണം ഇരിക്കുന്നവരിൽ 3/4 ഭാഗവും വിശ്വാസികളല്ല. അവർ കേവലം കറവ പശുവിനെ പോലെ ക്ഷേത്രത്തെ വിളിക്കുന്നു. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ മുഴുവൻ ഹിന്ദുക്കളെ കൊള്ളയടിക്കുന്നതാണ്. ഞാൻ ഭക്തനാണ്, ഞാനൊരു ക്ഷേത്രത്തിന്റെ പ്രസിഡന്റാണ്. ആധികാരികമായിട്ടാണ് പറയുന്നത്. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ ഹിന്ദുവിനെ കൊള്ളയടിക്കുകയാണ്. നമ്മളാണ് വിഡ്ഢികൾ. നാം ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി ഇടുന്ന പൈസയാണ് ഇവർക്ക് അവരൊക്കെ കഴിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കുക. ഗുരുവായൂരും ശബരിമലയിലും മാത്രം കിട്ടുന്ന കോടികളുടെ പലിശ കൊണ്ട് മാത്രം കേരളത്തിലെ ഹിന്ദുവിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കും.
വിദ്യാഭ്യാസപരമായി, സാമൂഹിക സുരക്ഷാപരമായി എല്ലാ കാര്യങ്ങളിലും ഗുരുവായൂരിലും ശബരിമലയിലും കിട്ടുന്ന പണത്തിന്റെ പലിശ മാത്രം മതി. പക്ഷേ എല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു. ഇത് ചോദിക്കാനാണ് നമ്മൾ തയ്യാറുണ്ടോ? ഈ നാട്ടിലെ ഹിന്ദു ജനത ഭക്തന്മാർ തയ്യാറുണ്ടോ ഇത് ചോദിക്കാൻ? നാം തയ്യാറെടുത്തു കഴിഞ്ഞാൽ ഒരു ശക്തിക്കും നമ്മൾ പറയാൻ സാധ്യം. അതേ ശബരിമല പ്രക്ഷോഭ സമയത്തും അതേപോലുള്ള നിരവധി പ്രക്ഷോഭങ്ങളുടെ സമയത്തുമൊക്കെ ഈ കേരളനാട് ദർശിച്ചതാണ് ഹിന്ദുവിന്റെ പ്രതികരണത്തിന്റെ ആദ്യപടിയായുള്ള നാമജപ ഘോഷയാത്രകൾ. വളരെ സൗമ്യരായി ഒരു പ്രദേശത്തിന്റെ മനസ്സാക്ഷി ഉണർത്താൻ വേണ്ടി ഒരു പ്രശ്നത്തിൽ പ്രതികരണം നേടിക്കൊണ്ട്, പരിഹാരം നേടിക്കൊണ്ട് ഈ പ്രദേശത്തെ അധികാരികളുടെ ചെവിയിലേക്ക് ചില കാര്യങ്ങൾ എത്തിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി വളരെ സാത്വിക ഭാവത്തിൽ ഹിന്ദു ഒന്നായി ഈശ്വര നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് തെരുവോരങ്ങളിലൂടെ നടത്തുന്ന യാത്രയാണ് നാമജപ ഘോഷയാത്ര. അത്തരമൊരു നാമജപ ഘോഷയാത്ര ഈ ലോകനാഥകാവ് ക്ഷേത്രത്തിലെ ചില സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ചു നാൾക്ക് മുമ്പ് നാം നടത്തിയിരുന്നു. അതിന്റെ സമാപനത്തോടനുബന്ധിച്ച് വളരെ വ്യക്തമായി ഹിന്ദു ഐക്യവേദി ഈ പ്രദേശത്തെ സാമാന്യ ജനങ്ങളോടും അതേപോലെ തന്നെ ക്ഷേത്രത്തിന്റെ അധികാരികളോടും വില്യാപ്പള്ളി പഞ്ചായത്തിന്റെ ഭരണാധികാരികളോടും വ്യക്തമായിട്ട് കാര്യങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു ക്ഷേത്രം എന്നാൽ എന്താണ്, അവിടെ എന്തൊക്കെ നടക്കണം, ഇവിടെ നടക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്, അത് ക്ഷേത്ര ചടങ്ങുകളാണോ അതല്ല അതിനപ്പുറം മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ എന്നൊക്കെ ഇവിടെ സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ ഈ ജനങ്ങളുടെ മനസ്സാക്ഷിക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ഹിന്ദു ഐക്യവേദി വ്യക്തമായിട്ട് പറയുകയും ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ സമയത്തിന്റെ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം നേടിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അന്ന് ആ പരിപാടി വെച്ച് ഹിന്ദു ഐക്യവേദി നിസ്സംശയം ഇവിടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ശാന്തിയുടെ ഭക്തിമാർഗത്തിന്റെ ഇടമായി പരിരസിക്കുന്നതെന്ന് ഈ നാട്ടിലെ ഓരോ ജനങ്ങളും മനസ്സിലാക്കുന്നതാണ്. ഉണ്ടായിരുന്ന ഈ കേരള നാട്ടിൽ ഹിന്ദുവിന്റെ മാനദണ്ഡങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് തച്ചു തീർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും അല്ല. അവർ നടമാടിയുള്ള ഈ കേരള ഭൂമിയിൽ തകർന്നടിഞ്ഞ ക്ഷേത്രങ്ങൾ ഓരോന്നോരോന്ന് കല്ലിന്മേൽ കല്ലുവെച്ച് പുനരുദ്ധരിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘവും അതിന്റെ വിവിധ ക്ഷേത്രങ്ങളും ഈ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷമാണെന്ന് അഭിമാനം കടക്കുന്നതിന്റെ ഭാഗമായി കടക്കുന്നല്ലോ. ആ വിവാഹ മണ്ഡപത്തിൽ വെച്ച് നിലവിളക്ക് പുറങ്കാല് കൊണ്ട് ചവിട്ടി തെറിപ്പിച്ചത് ഞാൻ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഈ സ്വഭാവം ഇവിടെ നോക്കും. അന്ന് നമുക്കൊന്നും എതിർക്കാൻ കെട്ടില്ലായിരുന്നു. കാരണം അതിന്റെ പിന്നെ ഒരു സംഘടിത ശക്തി ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവരെ പഠിപ്പിച്ച ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ആ വിഭാഗത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അന്ന് ഹിന്ദു കണ്ണു പൊത്തിക്കളഞ്ഞു. കാരണം ഇത് അവരെ സഹിക്കുന്നതിന് അപ്പുറമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, പ്രതികരിക്കാൻ, താനൊന്ന് പ്രതികരിച്ചാൽ അവിടെ വിവാഹമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ഷേത്ര ചടങ്ങാണ് എന്നൊന്നും ആലോചിക്കാൻ ആളുകളുണ്ടായില്ല. അവിടെ വെച്ച് ചവിട്ടി ഒതുക്കും. അതിന് നിന്നുകൊടുക്കാൻ തൽക്കാലം തയ്യാറാക്കുന്നതുകൊണ്ട് കണ്ണടച്ച് പിന്തിരിഞ്ഞ ഹിന്ദു. ഇത് വളരെ രസകരമാണ് ആലോചിച്ച് കൊടുക്കുന്നത്. ഒരു പക്ഷേ ഈ ലോകത്ത് തന്നെ അപൂർവമായിരിക്കും. അപ്പോഴത്തെ ആലോചിച്ചു, എന്താ പ്രശ്നം, ഇത് വല്ലാത്തൊരു സംഭവമാണ്. എന്റെ ഈ കുട്ടികളൊക്കെ ഇതിന്റെ പിന്നാലെ പോകുന്നു. നമുക്ക് കുട്ടികളില്ലേ, ഈ കുട്ടികളെ നമുക്ക് കിട്ടണ്ടേ? ശരി, എങ്കിൽ നമുക്കത് ആഘോഷിച്ച് കളയാം ഈ ശ്രീകൃഷ്ണയെ. ഇവരങ്ങനെയാണല്ലോ അല്ലെ. ഒരു കാലത്ത് വിചാരിക്കും RSS ട്രൗസർ എടുത്ത് ദണ്ഡയെടുത്ത് റോഡിൽ കൂടി മാർച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ആളുകൾ വരുന്നത്. എന്നാ പിന്നെ നമുക്ക് കിടക്കട്ടെ മാർച്ച് നോക്കി, ശാഖ നടത്തി നോക്കി, പടം നടത്തി. അടുത്ത ഘട്ടത്തിൽ ഈ ശ്രീകൃഷ്ണജയന്തി നടത്തി. ശ്രീകൃഷ്ണജയന്തി ഘോഷയാത്ര കണ്ണൂരിൽ അങ്ങനെ വരികയാണ്. അപ്പൊ നമ്മൾ കൗതുകപൂർവ്വം നേരിട്ട് കാണാൻ നമുക്ക് പറ്റിയില്ല. കാരണം നമുക്ക് പരിപാടി ഉണ്ടല്ലോ. വീഡിയോ ഒന്ന് വീക്ഷിച്ചപ്പോ കണ്ട കാഴ്ച എന്താ പറയുക, ഒരു പ്ലക്കാർഡിൽ ശ്രീകൃഷ്ണൻ. നന്നായി. കാരണം ഈ നിഷേധാത്മക സ്വഭാവമൊക്കെ മാറ്റി ശ്രീകൃഷ്ണന്റെ ചിത്രം തന്റെ കയ്യിലേക്ക് തിരുവോരങ്ങളോട് നടക്കാൻ ഒരു സഖാവ് തയ്യാറായിട്ടുണ്ടെങ്കിൽ
രാഷ്ട്രീയ സ്വയംസേവ സംഘവും ഹൈന്ദവ പ്രസ്ഥാനങ്ങളും ഇതുവരെ ആഗ്രഹിച്ച ഇടത്തിലേക്ക് അവർ എത്തിച്ചേർന്നു എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഈ പ്ലക്കാർഡിന്റെ അടുത്ത പ്ലക്കാർഡ് ഹർകിഷൻ സിംഗ് സുർജിത് ശ്രീകൃഷ്ണന്റെ ശോഭായാത്ര ആര് നമ്മുടെ ശ്രീകൃഷ്ണന്റെ മുത്തച്ഛൻ ഒന്ന് ആലോചിച്ചോ. കഴിഞ്ഞില്ല. പിന്നതല്ലോ EMS നമ്പൂതിരിപ്പാട് മുപ്പതാണല്ലോ ശ്രീകൃഷ്ണന്റെ കാരണം. ഇങ്ങനെ കുറെ എന്തിനധികം പറയുന്നു നമ്മുടെ ചെഗുവേര ഉൾപ്പെടെ ഈ പ്ലക്കാർഡുകളായിട്ടാണ് ശ്രീകൃഷ്ണന്റെ ശോഭായാത്ര. അപ്പൊ ആളുകൾ വിലയിരുത്തില്ല. അതെ ഈ പമ്പര വെടികൾ മനസ്സിലാക്കണ്ടേ. പക്ഷെ ഇതാണ് അവരുടെ ചരിത്രം. ഇങ്ങനെ ഏറ്റെടുത്ത് അലങ്കോലമാക്കുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയാണ്. ഏതാണ്ട് 62 കോടി ആളുകൾ പങ്കെടുത്തു കുംഭമേളയിൽ. ഒരു ദിവസം ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായി. അത് പ്ലാന്റ് ആണ്. അതിന്റെ പിന്നാലെ അന്വേഷണം നടക്കുന്നുണ്ട്. ഏതാണ്ട് ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അവിടെ ഒരു 30 പേർ മരിക്കാനിടയായ സംഭവം മാറ്റിവെച്ചാൽ ഒരു പ്രദേശത്ത് 62 കോടി ആളുകൾ 45 ദിവസമായി പങ്കെടുത്തിട്ട് ഒരസ്വസ്ഥതയും ഇല്ലാതെ വിവിധ ജാതി വിഭാഗങ്ങളിൽപ്പെട്ട സന്യാസി വര്യന്മാരും വിശ്വാസികളും ഒക്കെ ഒത്തുചേർന്നുകൊണ്ട് വലിയ ഓരോ ദിവസവും 1.5 കോടി ആളുകളാണ് വരുന്നത്. അങ്ങനെ ഒരു മഹാസംഭവം. അവിടെ ഒരുക്കിയ സംവിധാനങ്ങളൊക്കെ പോയി പഠിക്കാൻ ഈ ശബരിമല സീസണിലൊക്കെ ഇത്രയും മാത്രം ആളുകൾ പങ്കെടുക്കുന്ന ശബരിമല മണ്ഡലകാലത്തൊക്കെ അവിടെ നടത്തുന്ന ഏർപ്പാടുകളെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ ഒന്ന് അഹംഭാവം മാറ്റിവെക്കുന്ന ഉത്തർപ്രദേശിലേക്ക് ചെല്ലാനുള്ള ഭരണാധികാരികൾ തയ്യാറാവേണ്ടതാ. അങ്ങനെ ആ കുംഭമേള നടന്നപ്പോ മുമ്പൊന്നും ഇല്ലാത്ത തരത്തിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ വാഹനങ്ങളും ഏർപ്പാടാക്കി. മറ്റു പലരും ട്രെയിൻ വഴിയുമൊക്കെ ആ കുംഭമേള സ്ഥലത്തേക്ക് പോയി. കേരളത്തിൽ നിന്ന് നിങ്ങൾ ആവശ്യപ്പെടണം. കുംഭമേള നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണെന്ന് അറിയാത്ത, അഞ്ജനമോ മഞ്ഞളോ എന്നറിയാത്ത ആളുകളായിരുന്നു കേരളത്തിലെ ആളുകൾ. അവിടെയൊക്കെ ചെറിയ തരത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഇവിടുന്ന് നിരവധി ആളുകൾ നമ്മുടെ പ്രദേശത്തൊക്കെ കുംഭമേള പോയപ്പോ ഇവിടെ ചിലർക്ക് ചൊറിയാൻ തുടങ്ങി. അതിനെ എല്ലാ ദിവസത്തിന്റെ പോസിറ്റീവ് ഒന്നും കാണുന്നില്ല. അതാണ് ഈ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന അറേഞ്ച്മെന്റുകൾ. അവിടുത്തെ ഏറ്റവും നൂതനമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആളുകളുടെ മുഖം ഡിറ്റക്ട് ചെയ്തുകൊണ്ട് എണ്ണം തിട്ടപ്പെടുത്താനുള്ള സംവിധാനം, ഇത്രയും കോടിക്കണക്കിന് ആളുകൾ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ലാതെ ഗംഗാസ്നാനം നടത്താനുള്ള സംവിധാനം, അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം, ഗതാഗത സൗകര്യങ്ങൾ, ട്രാഫിക് തടസ്സമില്ലാത്ത സംവിധാനം, ഇങ്ങനെ തുടങ്ങി 100 കൂട്ടം കാര്യങ്ങൾ വെൽ പ്ലാൻഡ് ആയിട്ട് നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം. അതൊക്കെ ഒന്ന് പറയുന്ന കൂട്ടത്തിൽ അതിന്റെ പോരായ്മ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതൊക്കെ അവിടെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ കോളിഫോം ബാക്ടീരിയയിലെ ഇവിടെ മുങ്ങാനാണോ ആളുകൾ പോകുന്നത്? ശാസ്ത്രജ്ഞന്മാർ ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട ജലവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ ഓരോ ദിവസവും പരിശോധിച്ച് ഗംഗയുടെ പവിത്രതയും അതിലുള്ള ശുദ്ധിയും ഒക്കെ പരിശോധിച്ച് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മണ്ടന്മാർക്ക് അത് വരുന്നത്. എന്നിട്ട് പറയാ അവിടെ മുങ്ങാനാണോ പോകുന്നത്? എന്നിട്ട് നമ്മുടെ ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ ഒരു എന്താ ചൊറിയാതെ വയ്യ, പറയാതെ വയ്യ അല്ലേ, ആ പറയാതെ വയ്യ എന്നുള്ള പരിപാടിയിൽ അങ്ങനെ പറയാണ് ഇതിനെപ്പറ്റി, കുംഭമേളന്റെ ഒരു നെഗറ്റീവിനെ പറ്റി അങ്ങനെ പറയാം. എന്നിട്ട് പറയാം ഈ കേരളം സാർ 100% സാക്ഷരത സാർ, സാംസ്കാരികമായി മുൻപന്തിയിൽ സാർ, ആ കേരളത്തിൽ പോയിരിക്കുന്നു സാർ. എവിടെ? കുംഭമേളത്തിൽ. ഇതൊന്ന് ദുര്യോഗം സിന്ധു സൂര്യകുമാർ ചോദിക്കുകയാണ്. ആലോചിച്ചു. ഇതേ കേരളത്തിൽ നിന്ന് ഞാൻ ചോദിക്കട്ടെ, അതിന്റെ മറ്റു വശങ്ങൾ, കാരണം ചോദിച്ചിട്ട് കുറെ കാഴ്ചപ്പാടുണ്ടാവില്ല. നമ്മൾ കാണുന്ന പോലെ അവർ കാണണമെന്നില്ല, സ്വാഭാവികം. വിമർശിക്കാനുള്ള അവകാശമാർക്കും അതും സ്വാഭാവികം. നമ്മൾ സംഭവിച്ചു കൊടുക്കും, നമ്മുടെ സമൂഹമായിട്ട് വേണ്ടതാണ്. എങ്കിലും നമ്മൾ അംഗീകരിക്കും, വിമർശനം നല്ലതാണ്. പക്ഷെ ഇതേ ആളുകൾ മറ്റു പലതിനെയും ഇതുപോലെ കാണണ്ടേ? എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകൾ സാത്താനെ കണ്ടറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സൗദി അറേബ്യയിലേക്ക് പോകുന്നില്ല, മക്കയിലേക്ക്. ഇതിനെപ്പറ്റി ഒരു വാക്കും, ഒരു മണിക്കൂറൊന്നും വേണ്ട, അരമണിക്കൂർ പറയാതെ വയ്യ പരിപാടിയൊന്നും അവതരിപ്പിക്കണ്ട, ഒരു വാക്ക്. അതായത് ഇതുവരുടെ പൊതു സ്വഭാവമാണെങ്കിൽ എല്ലാവരെയും ഒരുപോലെ വിമർശിക്കണ്ടേ? വേദിയിലെ മാനനീയ പ്രമുഖരെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, പ്രിയ ബന്ധുജനങ്ങളെ, ആരാധ്യരായ നാട്ടുകാരെ, ഐതിഹ്യങ്ങളിലും വിശ്വാസങ്ങളിലും ഓരോ മലയാളിയുടെയും മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ള ലോകനാഥാവിലമ്മയുടെ തിരുനടയിൽ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരുമിച്ചിരിക്കേണ്ടി വന്നു എന്ന ഗതികേടാണെങ്കിൽ
നമുക്കറിയാം, ക്ഷേത്രകാര്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നാൽ ഈശ്വര നിയോഗം എന്ന നിലയിൽ അത് ഏറ്റെടുത്ത് ചെയ്യുക എന്നത് ഭക്തരുടെ കടമയാണ് എന്ന ഉത്തമ ബോധ്യത്തിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇന്നിവിടെ വരേണ്ടി വന്നത് എന്ന് പട്ടാമ്പിയിൽ നിന്ന് വന്ന ഞാൻ പറഞ്ഞാൽ അത് കുറച്ച് ചിലപ്പോൾ കടന്നു പോകും. കണ്ട നീയവിരിക്കെ കേട്ട ഞാൻ പറയട്ടെ എന്ന് പറയുന്ന പോലെയോ. നിങ്ങൾക്ക് ഇതിന്റെ നാഡീസ്പന്ദനം അറിയാം, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, നടക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ് എന്ന് എന്നേക്കാൾ വളരെ കൃത്യമായി അറിയാവുന്നവരാണ് എന്നെ ശ്രമിക്കുന്ന എല്ലാവരും എന്ന ബോധ്യം എനിക്കുണ്ട്. പിന്നെ എവിടെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്? എനിക്ക് കാണുന്നു നിങ്ങളിവിടെ നേരത്തെ പറഞ്ഞ ടേക്ക് ബ്രേക്ക്. ഹിന്ദു ഐക്യവേദി ഹൈക്കോടതിയിൽ പോയി അല്ലെ, തൽക്കാലം ഒരടക്കം വെച്ചിട്ടുള്ള ടേക്ക് ബ്രേക്ക്. എന്തൊരു ചതിയായി ഹിന്ദു ഐക്യവേദി ചെയ്യണം. ഈ നാട്ടുകാർക്കൊന്ന് മൂത്രമൊഴിക്കാനും കക്കൂസി പോകാനും പോലും ഹിന്ദു ഐക്യവേദി സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ നമുക്ക് തടുക്കാം. പ്രകൃതിയുടെ വിളി എടുക്കാൻ പറ്റുമോ? ആ പ്രകൃതിയുടെ വിളി പോലും തടയുന്ന വികസന വിരോധികളാണ് ഹിന്ദു ഐക്യവേദിക്കാർ. ഒരു പക്ഷേ പറഞ്ഞു വരത്തി കാണും. ഇവിടെ പറഞ്ഞു വരത്തിയെന്ന് എനിക്കറിയില്ല, പക്ഷെ പറഞ്ഞു വരത്തുന്നുണ്ട്. ഈ അസുഖം ഇവിടെ മാത്രമല്ല ഉണ്ടായി. ഈ അമ്പലപ്പറമ്പിൽ തന്നെ മൂത്രമൊഴിക്കുക അപ്പീഡുകയും ചെയ്യണം എന്നുള്ള വാശി ഇവിടെ മാത്രമല്ല. ഇത് ആദ്യം പൂട്ടിക്കെട്ടിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ചെറുപ്പശ്ശേരിയാണ്. ആ വിധിയാണ് ഇവിടെയും കോട്ടിയിരുന്നു. ഇവിടെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഹിന്ദു ഐക്യവേദി ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവിന് വേണ്ടി കൊടുത്ത കേസിന്റെ വിധിയാണ് ഇവിടെയും കോട്ടി ഇതുകൊണ്ട് സ്റ്റേ ചെയ്യിച്ചത്. അവിടെ ഇത് തന്നെയാണ് സംഗതി. ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവ്, മലബാർ ശബരിമല എന്നൊക്കെ പറയുന്ന ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവിന്റെ പ്രതിപാവനമായ ക്ഷേത്രക്കുളത്തിന് സമീപത്ത് നിന്ന് ടേക്ക് ബ്രേക്ക്. ആര് മൂത്രം ഒഴിക്കേണ്ട അപ്പി ഉണ്ടാകുന്നൊന്നും ഹിന്ദു ഐക്യവേദി പറയുന്നില്ല. പക്ഷെ ഈ അമ്പലപ്പുറത്തിൽ തന്നെ കയറി ഇത് ചെയ്യണം എന്ന് പറയുന്നതിനൊരു ദുർവാശിയുണ്ട്. ഈ കേരളത്തില് താരതമ്യേന ഹിന്ദു സമൂഹം ന്യൂനപക്ഷത്തിലേക്ക് കടത്തുമോ എന്നൊരു ഭയം നമുക്കുണ്ട്. കടന്നിട്ടില്ല. ഒരു പക്ഷെ ആരാധനാലയങ്ങളുടെ എണ്ണത്തിലും കണ്ടോ നോക്കിക്കോ എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒപ്പത്തിനൊപ്പം ആരാധനാലയങ്ങളും ഉണ്ട്. ഇതിൽ ഒട്ടുമിക്ക ഒരു പക്ഷെ ഹിന്ദുക്കൾക്കാണ് തോട്ടിന്റെ ഒക്കെ ആരാധനാലയങ്ങൾ കമ്മിയുള്ളത്. പലതും വല്ല പാടത്തിന്റെ നെടുക്കോ മലയുടെ മുകളിലോ അല്ലെങ്കിൽ ഉള്ളിലൊക്കെ നമ്മുടെ ആരാധനാലയങ്ങൾ പൊതുവെയുണ്ട്. ഇതരം ആരാധനാലയങ്ങളിൽ 99% മെയിൻ റോഡിന്റെ വക്കിലാണ്. അവിടെയാണോ ഈ ടേക്ക് ബ്രേക്ക് ഒക്കെ വേണ്ടത്. പക്ഷെ ഈ കേരളത്തിൽ എവിടെയെങ്കിലും നമ്മുടെ കേരളം ഭരിക്കുന്നവർ നമ്മളെ പോലെ വർഗീയവാദികളൊന്നും. നമ്മൾ ഹിന്ദുവിന് വേണ്ടി പറയുന്നു, ഹിന്ദു 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 എന്ന് ഉറക്കത്തിൽ പോലും പറഞ്ഞല്ലേ തട്ടികളൊക്കെ എന്തൊക്കെ ഹിന്ദു പറയുന്നത്. ഇതല്ല രാവിലെ തൊട്ട് രാത്രി വരെ എഴുതരുത് വായിക്കരുത് പറയുന്നത് ഹിന്ദു ഹിന്ദു ഹിന്ദു. നമ്മളാണ് ഹിന്ദു വർഗീയവാദികളാണ്, സമ്മതിച്ചു. പക്ഷെ കേരളം ഭരിക്കുന്നവർ പറഞ്ഞ മതേതരവാദികളാണ്. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം. അത് ശരി, ക്രൈസ്തവ രക്തമില്ല, ഹൈന്ദവ രക്തമില്ല, ഹിന്ദു രക്തം ഒരു രക്തമില്ല സംബന്ധിച്ചു. അല്ല, മുസ്ലിം രക്തമില്ല. ഈ മൂത്രമൊഴിക്കാൻ എപ്പോഴാണെന്ന് തോന്നുമ്പോൾ മാത്രം എന്താ ഹൈന്ദവ രക്തം ഓർമ്മ വരുന്നത് എന്നാണ് ചോദ്യം. 99% ഇതര മത ആരാധനാലയങ്ങളും മെയിൻ റോഡിന്റെ വക്കിലാണ് നിൽക്കുന്നത് എന്നിരിക്കെ കേരളത്തിൽ എവിടെയെങ്കിലും ടേക്ക് എ ബ്രേക്കിന് നേതൃത്വം കൊടുത്ത ഉസ്താദ് MP രാജേഷ്, സഖാവ് MP രാജേഷ്, ഞങ്ങളുടെ നാട്ടുകാരാണ്. ആ സഖാവ് MP രാജേഷിനോട് ചോദിക്കാനുള്ളത്, ഈ കേരളത്തിൽ എവിടെയെങ്കിലും MP രാജേഷ് പറഞ്ഞോളന്നില്ല, ഇവിടെ ഉള്ളിൽ നിന്നൊക്കെ ഞങ്ങളെ കേൾക്കുന്ന സഖാക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അവര് പിന്നീട് മറുപടി സ്വകാര്യ സംഭാഷണങ്ങൾ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞത് നിങ്ങൾ എന്നോട് പറഞ്ഞത് മറുപടി പറഞ്ഞാലും മതി. കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ടേക്ക് എ ബ്രേക്ക് ഈ പറഞ്ഞ ക്രൈസ്തവ ഇസ്ലാം ദേവാലയങ്ങളിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടുള്ളൂ? പലതിനും കാലിന്റെ ടാറിട്ട റോഡ് കാരണം ഹിന്ദുവിന്റെ അമ്പലാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ടാറിടാൻ തന്നെ മടിയാണ്. ഇപ്പൊ പഞ്ചായത്താർക്ക് മറ്റുള്ളവർക്ക് ഇവിടെ ടാറിട്ട റോഡ് തന്നെ കമ്മിയായിരിക്കും ഒട്ടുമിക്ക അമ്പലങ്ങളിലേക്ക്. അതാണ് അവസ്ഥ. അപ്പൊ ആ 4-3-7 അമ്പലം റോഡിലൊക്കത്തുള്ളൂ. അതിന് പാലക്കാട് ജില്ലയിലൊക്കെ 4 കൂട്ടിച്ചേർന്നു. പണി കഴിഞ്ഞത് ചെറുപ്പശ്ശേരിയൊക്കെ നിലനിൽക്കണം അറിയാൻ പറ്റില്ല. പഞ്ചായത്താണോ ചെയ്യണം, ദേവസ്വം ചെയ്യണം, നമുക്കൊരു കുറിച്ചോല്ലോ. കുളത്തിൽ കിടക്കണം, അവിടെ കുറിച്ചിട്ടാ കുറിക്കാതെ പുറമുള്ളവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് നിർമ്മാണം കഴിഞ്ഞ് MP രാജേഷ് ഉദ്ഘാടനം ചെയ്യുന്നവരെ ബോർഡ് വെച്ചപ്പോൾ ഇതാണ് പുലിവാലി എന്ന് മനസ്സിലായി. അതുവരെ ഞങ്ങൾ പേർക്ക് അമ്പലത്തോ പണിയിട്ടുള്ളതാണ്. ദേവസ്വം ബോർഡ് എന്തോ ചെയ്യുന്നു എന്നുള്ളതാണ് വിചാരിച്ചത്. പക്ഷെ പണി കഴിഞ്ഞപ്പോഴാണ് പണി പറ്റിച്ചു കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലായത്. അതിന്റെ പേരിൽ തുടങ്ങാനിരുന്ന 3 വേറെ ചളവള, ചേറമ്പറ്റ, കളവന് പാലക്കാട് ജില്ലയിൽ നിന്ന് 4. ഏതെങ്കിലും സർക്കാർ വണ്ടി പോകാൻ ഒരു വഴിയുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് അപ്പൊ ടേക്ക് എ ബ്രേക്ക്. അമ്പലത്തിനൊരു സ്ഥലം, 1 ഒഴിഞ്ഞു കിടക്കല്ലേ, വീട് കിടക്കണം, മരന്നാൽ ഓടിക്കേറിക്കളയുന്നു. 1 ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം 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 1 ഒഴിഞ്ഞ
ഇത് വെറുതെ സൗകര്യങ്ങൾ എടുക്കല്ല. ഈ സ്ഥലത്തിന് പിന്നെ നമുക്ക് അവകാശമുണ്ട്. എനിക്ക് നിങ്ങളുടെ പറമ്പിൽ കൊണ്ടുവന്നൊരു കെട്ടാൻ കെട്ടാൻ പറ്റും. പഞ്ചായത്ത് സംവിധാനം ചെയ്യണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആ ഭൂമിയുടെ അവകാശം നമുക്ക് എന്തെന്നൊക്കെയായി നഷ്ടപ്പെടുന്നുള്ളത്. ഒരു ക്ഷേത്രത്തിന് അതിൻ്റെതായ ചിട്ടവട്ടങ്ങളില്ല. ഓരോന്ന് ചെയ്യുമ്പോഴും അതിന് കണക്കും വഴക്കുമൊക്കെ ഓടിച്ചെന്ന് എത്തിക്കുന്ന കെട്ടിടങ്ങൾ കെട്ടുക എന്നുള്ളതാണ് നമുക്ക്. അപ്പൊ ഇങ്ങനെ ഹിന്ദു സമൂഹത്തെ പ്രകോപിപ്പിച്ച് അപ്പൊ ഇതൊക്കെ തിരിച്ചു നോക്കി എത്ര സ്ഥലത്ത് നമുക്ക് കേസിന് കൊണ്ടി വന്നു. ആരാ പൈസ തരുന്നത്? നമ്മുടെ പോക്കറ്റിന്റെ പൈസ എടുക്കുന്നത്. അപ്പൊ ഒന്നാലോചിക്കുമ്പോ നമ്മുടെ സ്ഥലം പോവുക, നമ്മുടെ ആചാരങ്ങൾ ലംഘിക്കപ്പെടുക, അല്ലെ? നമ്മുടെ അഭിമാനം ചോദ്യം ചെയ്യുക. പോരാത്തിന് ഇതിനൊക്കെ ഹൈക്കോടതി വരെ പോയി കേസ് നടത്താൻ നമ്മൾ തന്നെ ഈ അത്താഴ പട്ടിണിക്കാര്, കൂലിപ്പണിക്കാര്, നമ്മുടെ ചില പ്രവർത്തകര് പോക്കറ്റിലെ കാശെടുത്ത് നമ്മൾ കേസ് നടത്തേണ്ട രീതിയുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു സമൂഹത്തെ പ്രകോപിപ്പിക്കുന്നത്? പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലൊക്കെ ആവശ്യമാണ്, വേണ്ടെന്ന് പറയുന്നത്. അത് ഇതുപോലെ വിവാദങ്ങളില്ലാത്ത സ്ഥലത്ത് ചെയ്തുകൂടി. ശരിയാണ്, പിൽഗ്രിം ടൂറിസം എന്നൊരു വിഭാഗമുണ്ട്. ടൂറിസത്തിനകത്ത് അത് നമുക്കൊരു ഓരോന്നും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ പല വിഭാഗങ്ങളാക്കുമ്പോൾ പിൽഗ്രിം ടൂറിസം എന്ന് പറയുന്നതല്ലാതെ ഒരു ക്ഷേത്രത്തിന് മുമ്പിൽ ടൂറിസ്റ്റ് സെന്റർ എന്ന് ബോർഡ് വെക്കുന്നത് ടൂറിസ്റ്റ് ആകും. അവിടെ ആരാ വരുന്നത്? അവിടെ വരുന്ന കുംഭമേളയ്ക്ക് ചെന്നവൻ ഒരർത്ഥത്തിൽ ടൂറിസ്റ്റ് ആണ്. പക്ഷെ അവൻ അവിടുത്തെ ആചാരം പാലിക്കാൻ തന്നവനാണ്. ആചാരം പാലിക്കാൻ പക്ഷെ അവന് യാത്രികനാണ്. ഇന്ത്യയുടെ ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്ന് കുംഭമേളയുടെ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അവരെയും സഞ്ചാരിയാണ്. അവനും സഞ്ചാരമാണ്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ തന്നെ കമ്പങ്ങളില്ലാതെ സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മയക്കുമരുന്ന് സേവിച്ചോ തേടി നടക്കുന്ന അത്തരത്തിലുള്ള നല്ലത്. അവിടുത്തെ ആചാരം പാലിച്ചുകൊണ്ട്, അവിടുത്തെ അനുഷ്ഠാനം പാലിച്ചുകൊണ്ട് അവിടേക്ക് ആളുകൾ എത്തുന്നത് പ്രോത്സാഹിപ്പിക്കുക എന്നേ അതുകൊണ്ട് പിൽഗ്രിം ടൂറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ അമ്പലം നായാട്ടിന് വിട്ടുകൊടുക്കുക എന്നുള്ളതല്ല. അമ്പലം അടച്ച നേരത്തും അല്ലെങ്കിൽ അമ്പലത്തിന്റെ ആചാരങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും കൂടെ വന്ന് കാട്ടിക്കൂട്ടി പോവുക എന്നുള്ളതല്ല. വളരെ തെറ്റായ ധാരണയല്ല, അഹങ്കാരം കാണിക്കുകയാണ്. ഇപ്പൊ ഇവിടെ നിന്നൊക്കെ ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾക്ക് അറിയാം, കുറ്റിപ്പുറം പാലത്തിന്റെ ഭാഗത്ത് മിനി പമ്പ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. വളരെ നമ്മുടെ ഇടത്താവളൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് മിനി പമ്പ എന്ന് പറഞ്ഞിട്ട്. വളരെ പെട്ടെന്ന് വികസിച്ച ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രം വികസിച്ചു, ധാരാളം ഭക്തർ വരുന്നു. അവിടുത്തെ MLA-ക്ക് അങ്ങോട്ട്, MLA മന്ത്രിയും കൂടി ആയപ്പോ അങ്ങോട്ട് ഹിന്ദു സ്നേഹം സഹിക്കാൻ വയ്യാണ്ടാണ് കെട്ടിച്ചെയ്ത് അദ്ദേഹത്തിന് ഫണ്ടങ്ങോട്ട് ഇറക്കി ക്ഷേത്രത്തിലേക്ക്. ഇത് അദ്ദേഹത്തിന്റെ മതേതരത്വം തെളിയിക്കാൻ ഇതിൽ പരവുന്നുണ്ടോ? ഫണ്ടങ്ങോട്ട് തെളിയിച്ച് ഇറക്കിയിട്ട് ക്ഷേത്രത്തിന്റെ കടവുണ്ട് അവിടെ ഇറക്കാൻ, അവിടെയാണ് കുളിക്കുന്നൊക്കെ ചെയ്യുന്നത്. ആ ക്ഷേത്രത്തിന്റെ കടവിനോട് ചേർന്ന് ഭംഗിയായി അവിടെ മറ്റേ പൂന്തോട്ടം മാതിരിയൊക്കെ ഉണ്ടാക്കി കെട്ടിപ്പൊക്കി ഭംഗിയാക്കി നടക്കാൻ പറ്റുന്ന വിധത്തിലുള്ള നടപ്പാതകളുണ്ട്. എന്താ രണ്ടും തന്നെ കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജ് അടക്കം അവിടെ ചുറ്റുമുള്ള പല കോളേജിലും പകൽ അറ്റൻഡൻസ് ഇല്ല. ആണും പെണ്ണും വന്ന് കെട്ടിപ്പിടിച്ച് കൂട്ടായി നടക്കുന്നത്. കാരണം ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടാക്കി കൊടുത്തു നടക്കാൻ. അതാണ് അവിടെ ഉദ്ദേശിച്ച ടൂറിസം എന്ന് പറഞ്ഞാൽ. മിനിമം കൊണ്ട് ഉദ്ദേശിച്ച ടൂറിസം അതാണ്. അവിടെ വരുന്ന ഈ അയ്യപ്പ ഭക്തർ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അത്തരം ആളുകളെ കൊണ്ട് ആകർഷിക്കുക എന്നുള്ളതിനെ അവിടേക്ക് വേണ്ടുന്ന ചെയ്ത്, അതല്ലാതെ ക്ലാസും കട്ട് ചെയ്ത് ആണും പെണ്ണും കൂടെ ചെയ്യാനുള്ളതാണ് ക്ഷേത്രസ്ഥലം എന്ന് പറഞ്ഞാൽ. ഇതിനാണോ ഫണ്ട് ഉപയോഗിക്കുന്നത്? അത് ചെയ്തു കഴിഞ്ഞപ്പോഴേ അന്ന് ഇതിനെപ്പറ്റി തിരിച്ചറിവുള്ള ഹൈന്ദവ സംഘടനകൾ കൊണ്ട് ഇതല്ല ക്ഷേത്രത്തിൽ ചെയ്യേണ്ടത്. ഒരു ക്ഷേത്രത്തിന് വേണ്ടുന്ന വികസനമല്ല ഇവിടെ നടത്തിയത്. അവിടെ ഇതാണ് സംഭവിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വർഗീയവാദികളല്ലേ, അല്ലേ? ജലീലാണെങ്കിലോ ഞാൻ മതേതരനാണ്. അതുകൊണ്ട് മതേതരൻ ക്ഷേത്രത്തിന് ഫണ്ട് കൊടുത്തപ്പോ ഹൈന്ദവ സംഘടനകൾക്ക് സഹിക്കില്ലാണ്. അതിന്റെ ദുരനുഭവം അവിടെ കാണും. അങ്ങനെ എത്രയോ സ്ഥലത്ത്. അപ്പൊ ലോകനാർക്കാവിലേക്ക് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരേണ്ടവർ തീർത്ഥാടകരാണ്. ഇല്ല എന്ന് പറയാൻ വേണ്ടി കൂടി തന്നെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ബോധവൽക്കരിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല ഞങ്ങളിവിടെ. ഈ ഉദാഹരണ വിനോദസഞ്ചാരത്തിലാണ്, പിൽഗ്രിം ടൂറിസം മറ്റതാണ്, അമ്പലം ഇതാണ്, ഇതൊന്നും ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതല്ല. ചില മുന്നറിയിപ്പ് കൃത്യമായി തരാൻ തന്നെയാണ് പറഞ്ഞത്. എന്തിനാണ് അമ്പലം? അമ്പലം എന്നത് കല്ലല്ലേ? വിഗ്രഹം എന്നത് കല്ലല്ലേ? അമ്പലം എന്നത് നാൽച്ചുമരല്ലേ എന്ന് ചോദിച്ചവരാണ് നിങ്ങൾ. വിഗ്രഹം എന്നാൽ കല്ലല്ലേ, അമ്പലം എന്നത് നാൽച്ചുമരല്ലേ എന്ന് നാട്ടിൽ നാലാൾ കേൾക്ക മുദ്രാവാക്യം വിളിച്ച് നടന്നവരാണ്. അമ്പലത്തിന് വിളക്ക് വെക്കുന്ന എണ്ണയുണ്ടെങ്കിൽ പപ്പടം കാച്ചി കുട്ടികൾക്ക് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചവരാ. നിങ്ങളിൽ പലരുടെയും വീട്ടിൽ പപ്പടം കാച്ചത് ഈ അമ്പലത്തിലെ കാശ് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് അധികാരം പിടിച്ചെടുത്തുകൊണ്ട് അന്ന് അമ്പലത്തിലെ എണ്ണ എന്തെങ്കിലും അത് പപ്പടം കാച്ചാൻ കൊടുത്തുകൂടെ എന്ന് ചോദിച്ചവരാ. ഭഗവാൻ എന്തിനാ പാറാവ് തുടങ്ങി എത്രയെത്ര വാക്കുകൾ. ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു തുടങ്ങിയവയൊക്കെ പ്രചരിപ്പിച്ച ഭരണാധികാരികളുടെ നാടാണിത്. തുടങ്ങിയവയൊക്കെ പ്രചരിപ്പിച്ച രാഷ്ട്രീയത്തിന്റെ നാടാണിത്.
അന്നും ആ അപമാനമൊക്കെ സഹിച്ചിട്ട് ഞങ്ങൾക്ക് വിശ്വാസമാണ് വലുത് എന്ന് പറഞ്ഞിട്ട് കാടും പതയും പിടിച്ച് കിടക്കുന്ന ക്ഷേത്ര നടകളിൽ ആ കാട് വെട്ടിത്തെളിച്ചൊരു മഞ്ചരാതിൽ വീട്ടിൽ നിന്നൊരു തുള്ളി എണ്ണ കൊണ്ടുവന്ന് തിരിനനച്ച് വെച്ച് അതിന്റെ മുൻപിൽ ഓംകാളി ജയ്കാളി വിളിച്ച നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘവും അനുബന്ധ സംഘടനകളും തന്നെയാണ് അവിടെയുള്ള ഈശ്വര ചൈതന്യത്തെ എല്ലാവർക്കും അനുഭവവേദ്യമാക്കുന്ന ക്ഷേത്ര നിർമ്മാണ പ്രക്രിയ ജീർണോദ്ധാരണ പ്രക്രിയകളിലേക്ക് സമാജത്തെ നയിച്ചത്. അങ്ങാടിപ്പുറം തലക്ഷേത്ര സമരമൊക്കെ എല്ലാവർക്കും അറിയാം. അതിലൂടെ തന്നെയാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി രൂപീകരിക്കപ്പെടുകയും അത് കൊളുത്തി അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയ ഒരു ആവേശമാണ് കേരളം മുഴുവൻ ക്ഷേത്രങ്ങൾ ജീർണോദ്ധാരണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അങ്ങനെയൊക്കെ തന്നെ അവിടെ ക്ഷേത്രങ്ങൾ ഉണ്ടായത്. എന്നിട്ട് ഇപ്പൊ അവസ്ഥ എന്താണ്? നേരത്തെ ഇവിടെ പറഞ്ഞു, കൊല്ലം കടക്കൽ ക്ഷേത്രത്തില് എല്ലാവരും കണ്ടു കിടക്കും. എല്ലാവരും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നവരാണല്ലേ. ഏത് പാട്ടും പാടാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട്, യേശുദാസിന്റെ ഗാനമേള പണ്ട് അമ്പലങ്ങളിലൊക്കെ വെച്ചില്ലേ, വെക്കുമ്പോ ഇടയ കന്യക എന്ന് പറഞ്ഞിട്ടല്ലേ എല്ലാവരും യേശുദാസിന്റെ ഗാനമേളയൊക്കെ തുടങ്ങുന്നത് ഇടയ കന്യക. ആ ഇടയ കന്യക എന്നുള്ള പാട്ട് അമ്പലത്തിൽ പാടിയിരുന്നില്ലേ? അന്ന് ആർക്കും ചൊറിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇടയകന്യക ഭക്തിയുമായി ബന്ധപ്പെട്ട പാടൊന്നും അല്ലാതെ അല്ലേ ഇടയകന്യക എന്ന പാട്ട് യേശുദാസ് പാടുന്നില്ലേ? അതുപോലെ തന്നെയല്ലേ പുഷ്പനെ അറിയാമോ? ഞങ്ങളുടെ പുഷ്പനയെ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഞങ്ങൾക്ക് വളരെ ഹാരി അറിയില്ല. കേരള വിദ്യാഭ്യാസ രംഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് പുഷ്പനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പുഷ്പനെ മാത്രമേ അറിയാമോ? അതാ സത്യം. പുഷ്പനെ അറിയാമോ? ഞങ്ങൾ പാട്ടാർക്കും പാടാം. വളരെ നിഷ്കളങ്കമായി സംഭവിച്ചു പോയതാണ്. അവിടെ ഇരിക്കുന്ന ഭക്തർ പറഞ്ഞു, ഞങ്ങൾക്ക് പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് വേണം. ഉടനെ ഗായകൻ വലോഷിയരണം മൂപ്പരങ്ങ് പാട്ടുകാർ പറഞ്ഞ പാട്ട് പാടണ്ടേ? അപ്പൊ മൂപ്പരങ്ങ് പാടി, പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് പറഞ്ഞിട്ട് അതിൽ ഇത്രയൊക്കെ കോലാഹലം ഉണ്ടാക്കണോ? ആണോ? നിങ്ങളൊക്കെ കണ്ടില്ല? വീഡിയോ ചിത്രം കണ്ടില്ലേ അല്ലേ? വെറുതെ നാട്ടുകാർ പറഞ്ഞപ്പോ അലോഷിയകാരി പാടിയതാ. എന്താ പുറകില് അതിന് വേണ്ടുന്ന രംഗ സജ്ജീകരണം മുഴുവൻ വരുന്നു. ചെകുവരെ വരുന്നു, CPM-ന്റെ കൊടി വരുന്നു, DYFI-യുടെ കൊടികൾ വരുന്നു. ആകസ്മികമായിരുന്നു. നാട്ടുകാർ വെറുതെ പാടുമ്പോഴാണ് പാടാൻ പറയുമ്പോൾ അതിനനുസരിച്ച് രംഗസജ്ജീകരണം നടത്താൻ മൂപ്പരായി ദിവ്യൻ ഓം ഗ്രീൻ എന്ന് പറഞ്ഞ പിന്നീട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒഴുക്കി കെട്ടിക്കൊണ്ടിരുന്നത് തന്നെയല്ലേ? ഇത്രയും രംഗസജ്ജീകരണങ്ങൾക്ക് വേണ്ടുന്ന സംവിധാനം ഡിജിറ്റൽ ആണെങ്കിലും എന്താണെങ്കിലും ഇത് കൊണ്ടുവരുന്നല്ലോ നടത്തില്ലല്ലോ. ഇത്രയും പരിപാടികൾ വളരെ ആസൂത്രിതമായിരുന്നു എന്നറിയാം. അതൊരു പകപോക്കൽ കൂടിയായിരുന്നു സത്യം പറഞ്ഞാൽ. അതൊരു പകപോക്കൽ കൂടിയായിരുന്നു എന്നതാണ് സത്യം. ഈ കടക്കൽ ക്ഷേത്രം CPM-ന്റെ വിഹാര കേന്ദ്രമായിട്ട് കുറച്ചു കാലമായി. ഈ കടക്കൽ ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ വർഷം പിണറായി വിജയന്റെ മുതുകൂത്ത് എന്തായിരുന്നു? നവകേരള സദസ്സ്. നാട് മുഴുവനല്ലേ പിന്നെ എല്ലാത്തിനും പറ്റുന്ന ബസ്സും ലിഫ്റ്റ് വെച്ച ബസ്സും ഒക്കെ ഇട്ട് പോക്കുണ്ടായിരുന്നില്ല. തമ്പുരാന്റെ എഴുന്നള്ളത്ത കേരളം മുഴുവൻ. അതിലാ നവകേരള സദസ്സ് നടത്താൻ കടക്കൽ ക്ഷേത്ര ഭൂമിയിലാണ് സ്റ്റേജ് കെട്ടിയത്. കടക്കൽ ക്ഷേത്ര ഭൂമിയിൽ എല്ലാ പണിയും കഴിച്ചു. നവകേരള സദസ്സിന്റെ ഹിന്ദു ഐക്യവേദി ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി നവകേരളന്മാരെ തൂക്കി പുറത്തിട്ടു. നവകേരള സദസ്സ് ക്ഷേത്ര മൈതാനത്ത് നടത്തരുത് എന്ന് പറഞ്ഞു. അങ്ങനെ നിയമത്തിന്റെ വഴിയെ നവകേരളന്മാരെ ഹിന്ദു ഐക്യവേദി ചവിട്ടി പുറത്തേക്കിട്ടു എന്നതാണ് സത്യം. അതിന്റെ പകപോക്കലായിരുന്നു പുഷ്പനെ അറിയാമോ, DYFI അല്ലെ. ഞങ്ങൾ നിർത്തിയിട്ടില്ല സഖാക്കളെ, തുടങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ നിർത്തിയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് പറയാൻ കാണിക്കുന്നത്. ഇതൊക്കെ ഇപ്പൊ ലോകനാർക്കാവിലാണെങ്കിലും കടക്കലാണെങ്കിലും അമ്മയ്ക്ക് മടുക്കുന്നു എന്നുള്ളതാണ്. അവരൊക്കെ ആസുരികതയെ എതിർക്കുന്ന ശക്തികളാണെന്ന്. ആദിപരാശക്തിയാണ്. എല്ലാ ആസുരികതയ്ക്കും അവസാനം കുറിക്കുന്നവരാണ്. നിങ്ങളുടെ ഈ ആസുരികതയ്ക്ക് അവർ എത്ര നാൾ കണ്ടിരിക്കും? അതുകൊണ്ട് അമ്മയ്ക്ക് മടുത്തിരിക്കുന്നു. ഈ ഒരു പാട്ട് അതുപോലെ തന്നെ നവകേരള സദസ്സ് അവിടെ കൊണ്ടുവെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇഷ്ടംപോലെ അത് കഴിഞ്ഞ് ഭംഗിയായിട്ട് നടത്തിയില്ലേ? അപ്പൊ ഒരു അഹങ്കാരമായിട്ടുള്ള ക്ഷേത്രത്തിനകത്ത് കൊണ്ട് അമ്മ തോന്നിച്ചതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതൊക്കെ ഈ പാട്ടും അങ്ങനെ തന്നെ നിങ്ങളുടെ നാശത്തിന്റെ തുടക്കം കുറിക്കാനാണ്. ഞങ്ങൾ അതിന്റെ പുറകെയുണ്ട്. കണക്കുകളും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ അതിന്റെ പുറകെയുണ്ട്. നടന്നു നോക്കുമ്പോഴല്ലേ അറിയുന്നത് ഈ പാട്ടൊക്കെ നിസ്സാരാണ്. പുഷ്പനെ അറിഞ്ഞാലും കൊള്ളാം അല്ലെ, ആരെ അറിഞ്ഞാലും കൊള്ളാം. അവര് DYFI-യുടെ കൊടിയോ എന്ത് കൊടി വേണമെങ്കിലാക്കിക്കോട്ടെ, അതിനേക്കാളൊക്കെ വലുതാണ് അവിടെ വിഷയം. ഞങ്ങൾ പോകാൻ പോകുന്ന അതിന്റെ പുറകെയാണ്. ആ ക്ഷേത്രത്തിന്റെ ഏക്കർ കണക്കിന് ഭൂമി സഖാക്കളും പാർട്ടിയും കൈയടക്കിയിരിക്കുന്നു എന്നതാണ് സത്യം. കടക്കൽ ക്ഷേത്രത്തിന്റെ ഏക്കർ കണക്കിന് ഭൂമി സഖാക്കളും അതേപോലെ തന്നെ പാർട്ടിയും സ്വന്തം ആവശ്യത്തിന് കയ്യേറിയിരിക്കുന്നു.
ഓണം വരാൻ ഒരു മൂലം വേണല്ലോ. ആ മൂലമാണ് നവകേരള സദസ്സ്. ആ മൂലമാണ് പുഷ്പന്റെ പാട്ട്. ഞങ്ങളുടെ ശ്രദ്ധയെ അങ്ങോട്ട് ആകർഷിക്കാൻ അമ്മ കണ്ടെത്തിയ വിദ്യയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിന്റെ വക പോകുമായിരുന്നോ? ഭൂമി എവിടെ എന്താന്ന് വെച്ചാൽ കിടക്കുന്ന സഖാക്കളുടെ കേന്ദ്രമാണ്. ചുവന്ന കൊടി മാത്രം പോകുന്നത്. അതുകൊണ്ടാണ് എല്ലാവന്മാരും അവിടെ മറ്റേ നാവോട്ട് കോണം കൊടുത്തിട്ട് അവിടെ ഇരുന്നത്. ഒരു എണ്ണ നിർത്തുവോ? അമ്പലമുറ്റത്ത് ഇങ്ങനെയൊന്നും നടക്കുമ്പോ ഒരെണ്ണം കയറി എതിർക്കാനില്ല എന്ന് പറഞ്ഞാൽ അവിടെ അവരുടെ കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിലേക്ക് ഹിന്ദു ഐക്യവേദിയെ എത്തിക്കാൻ അമ്മ വേറൊരു വഴിയും കണ്ടില്ല. സഖാക്കളെ കൊണ്ട് നവകേരള സദസ്സിന്റെ വേദി അവിടെ കെട്ടിച്ചു. അപ്പൊ നവകേരള സദസ്സ് പുറത്തായപ്പോ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ വിജയിച്ചു അല്ലേ? നമ്മൾ തിരിച്ചു പോന്നു. നമ്മൾ ഏറ്റെടുത്ത ദൗത്യം കഴിഞ്ഞു, നമ്മൾ തിരിച്ചു പോന്നു. നവകേരള സദസ്സിന്റെ സ്റ്റേജ് പുറത്തേക്ക് ഇട്ടു. അപ്പൊ അമ്മ നോക്കുമ്പോ ദേ പോണു ഹിന്ദു ഐക്യവേദി വീണ്ടും പോണു അല്ലെ? നിങ്ങളെ തിരിച്ചു വിളിക്കണം. എന്താ വഴി? ഹിന്ദു ഐക്യവേദി ഇങ്ങനെ വേണം. അമ്മയുടെ പോയ ഭൂമിയൊക്കെ അമ്മയ്ക്ക് തിരിച്ചു വിടണം. ക്ഷേത്ര ഭൂമിയൊക്കെ ക്ഷേത്രത്തിലേക്ക് തന്നെ എത്തണം. അമ്മയ്ക്ക് കൊതിയും മതിയും കെട്ടിരിക്കണു. തിരിച്ചു പോയ ഹിന്ദു ഐക്യവേദിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഒറ്റ വഴിയുള്ള അലോഷ്യസിനെ കൊണ്ട് പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് നാല് ജനിച്ചവരെ ഹിന്ദു ഐക്യവേദി വീണ്ടും അവിടെ എത്തി. ഞങ്ങൾ വീണ്ടും അവിടെ എത്തി. കടലാസ് തപ്പി ഞങ്ങൾ പുറകെയാണ്. ഒരു തരി മണ്ണ് വിട്ടുകൊടുക്കില്ല. ഒരു തരി മണ്ണ്. അതിന് എവിടെ സുപ്രീം കോടതി വരെ പോയാലും വേണ്ടില്ല. ഈ അഹങ്കാരത്തിനുള്ള ശിക്ഷ കൊടുപ്പിച്ച് ഹിന്ദു ഐക്യവേദി പുറത്തേക്ക്. അമ്മ തന്ന ദൗത്യമാണ്, അമ്മയുടെ നിയോഗമാണ്. ഏറ്റെടുക്കാൻ നമുക്ക് നിവൃത്തിയില്ല, കഴിഞ്ഞില്ല. കഴിഞ്ഞ ക്രിസ്മസ് അവധിക്കാലത്ത്, ഈ കഴിഞ്ഞ ക്രിസ്മസ് അവധിക്കാലത്ത് 10 ദിവസം ആ ക്ഷേത്ര ഭൂമിയും ക്ഷേത്ര കുളവും അറിയണം. നമ്മള് ആചാരപരമായി ഒരുപാട് പ്രാധാന്യമുള്ള ക്ഷേത്രക്കുളം പാർട്ടിക്ക് കാർണിവൽ നടത്താൻ വേണ്ടി കൊടുത്തു. CPM-ന്റെ നേതൃത്വത്തിൽ കാർണിവൽ നടത്താൻ വേണ്ടിയിട്ട് ക്ഷേത്ര ഭൂമിയും ക്ഷേത്രക്കുളവും കൊടുത്തു. അമ്മയ്ക്ക് മതിയായി എന്നുള്ളതിന്റെ തെളിവല്ലേ ക്ഷേത്രക്കുളത്തിലടക്കം തെമ്മാടിത്തരം നടത്താൻ കൊടുത്തു എന്നുള്ളത്. അപ്പോ അവസാനിപ്പിക്കുക എന്നൊരു അവസാനമാണല്ലോ. നമ്മൾ വിചാരിച്ചിരുന്നു ഈ ബംഗാളും ത്രിപുരയൊക്കെ പോയി എന്നിട്ട് ഈ കേരളം എന്താ ഇങ്ങനെ പച്ചയില് 3-ാം വട്ടം വരുമോ 4-ാം വട്ടം വരുമോ? ഒരു വട്ടമില്ല. 16 അടിയന്തര ഈ മണ്ണിൽ തന്നെ കഴിക്കാനുള്ള കാരണങ്ങൾ നിങ്ങൾ തന്നെ കൊണ്ടുവരിക. വേറെ ആരും നമ്മളാരും കൊണ്ടില്ല. നിങ്ങൾ തന്നെ അതിനുള്ള കാരണങ്ങൾ, നിങ്ങളുടെ അവസാനം കുറിക്കാനുള്ള കാരണങ്ങൾ നിങ്ങൾ തന്നെ കൊണ്ടുവരും. ആ അമ്പലം അതിൽ കിട്ടണ കാശ് നക്കി അവിടെ സുഖമായി പോയാൽ മതിയായിരുന്നു. അപ്പൊ നവകേരള സദസ്സ് അല്ലെ ഒലക്കണമൂട്ടിലെ പാട്ട് കൊണ്ടുവന്ന് വഴിയെ പോയിട്ട് അല്ലെ അമ്മയുടെ ആഗ്രഹപ്രകാരം ഞങ്ങളെയൊക്കെ അങ്ങനെ എത്തിച്ചുവെങ്കിൽ നിങ്ങളുടെ നാശം നിങ്ങളെ കൊണ്ട് തന്നെയാണ്. പുറത്തുനിന്ന് ആരെ കൊണ്ടുമല്ല, നിങ്ങളെ കൊണ്ട് തന്നെയാണ്. ലോകനാർക്കാവ് അടക്കം എല്ലായിടത്തും സൂചിപ്പിക്കാനുള്ളതാണ്. ചെറുപ്പശ്ശേരിയുടെ കാര്യം പറഞ്ഞു. ചെറുപ്പശ്ശേരി അനുവാദം കൊടുത്തിട്ടില്ല. വൃത്തമാതിരി ഇവിടെ ട്രസ്റ്റി ബോർഡ് അനുവാദം, ട്രസ്റ്റി ബോർഡ് അനുവാദം കൊടുക്കാൻ, ട്രസ്റ്റി ബോർഡിന് ഭൂമിയുടെ അനുവാദം കൊടുക്കാനുള്ള കൊടുക്കണം. ഏതെങ്കിലും ട്രസ്റ്റിക്ക് അത്തരത്തിലുള്ള അധികാരം കിട്ടും. അപ്പൊ ഇത് തന്നെ അവിടെ നടന്നത്. കൊടുത്തിട്ടില്ല, ദേവസ്വം ബോർഡ് കൈയൂരി. അപ്പൊ ഇതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് പോയതാണ്. സണ്ടം ഭരിക്കുന്ന ഭക്തരുടെ ജാഗ്രത മാത്രമാണ്, ഭക്തരുടെ ജാഗ്രതയിൽ മാത്രമാണ് ഇതൊക്കെ നമുക്ക് അവസരയുടെ പൊതു സ്വഭാവമാണെന്ന് കാണിക്കായിരുന്നു. ഒരു ഭ്രാന്തൻ എല്ലാവരോടും ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കും പെരുമാറും അല്ലെ? എല്ലാവരോടും ഒരുപോലെയാണെങ്കിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാം. ഇത് അങ്ങനെയല്ല. നിങ്ങൾക്ക് കാവി കണ്ടാലുള്ള അലർജി ഒന്നും നിങ്ങൾക്ക് ചുവപ്പ് കണ്ടാലില്ല. അതിന് പറയുന്ന ഒരു ന്യായമുണ്ട്. അമ്പലങ്ങളിൽ കാവി കൊടി കെട്ടുന്നില്ലേ? പിന്നെ ഞങ്ങൾക്ക് എന്താ ചുവപ്പ് കൊടി കെട്ടിയാല്? ശരിയാണല്ലോ, അമ്പലങ്ങളിൽ കാവി കൊടി കെട്ടുന്നില്ല. അത് സനാതന ധർമ്മത്തിന്റെ കാതലാണത്. ഞങ്ങൾ കാവിക്കൊടി ഉപയോഗിക്കുന്നത് അത് ഹിന്ദു ധർമ്മവുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ഹിന്ദു സംഘടന ആയതുകൊണ്ടാണ്. ഹിന്ദു സംഘടന ആയതുകൊണ്ടല്ല, ഞങ്ങളുടെ കൊടി ആയതുകൊണ്ടല്ല അമ്പലത്തിൽ കെട്ടുന്നത്. ഹിന്ദു സംഘടന ആയതുകൊണ്ട് ഹിന്ദു ധർമ്മവുമായി ബന്ധപ്പെട്ട കളർ ഞങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ പ്രതീകം കാവി തന്നെയാണ്. ഇവിടുത്തെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ പ്രതീകം അല്ലെ? സൂര്യകിരണത്തിന്റെ എങ്ങായി തൂക്കാറുണ്ടോ? ഉത്സവത്തിന് സ്റ്റേജിനൊക്കെ വീശാറുണ്ടോ? വീശില്ല. അവിടെ വീശുന്നത് ഒരു കാവിക്കൊടിയാണ്. അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ഹൈന്ദവ സംഘടനക്കൊക്കെ വേറെ വേറെ കൊടിയുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ കൊടിയല്ല ഭാരതത്തിന്റെ കൊടി, ഭാരതത്തിന്റെ കൊടിയല്ല വിശ്വഹിന്ദുപക്ഷത്തിന്റെ കൊടി. ഇതൊന്നുമല്ല പരമപവിത്ര ഭഗവദ്ധ്വജം എന്ന് പറയുന്നത്. ഇതൊക്കെ ഓരോ സംഘടനയ്ക്കും നിറം കാവിയാണെന്നേ ഉള്ളൂ, വ്യത്യസ്തമായ കൊടികളുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ കൊടിയാണ് കെട്ടിയതെങ്കിൽ നിങ്ങൾ എതിർക്കണം. വിശ്വഹിന്ദുപക്ഷത്തിന്റെ കൊടിയാണ് കെട്ടിയതെങ്കിൽ നിങ്ങൾ എതിർക്കണം. കാവി എതിർക്കുന്നതല്ല. ഇവിടുത്തെ പള്ളികളിൽ അവരേത് കൊടി കെട്ടണമെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? പള്ളികളില്ലാത്ത അധികാരം നിങ്ങൾ അങ്ങനെ ക്ഷേത്രങ്ങൾ ഉപയോഗിക്കുന്നു. പള്ളികളിൽ പോയി പുഷ്പനെ അറിയാമോ പാടൂ? DYFI സിന്ദാബാദ് വിളിക്കൂ, ചെഗുവരയെ കാണിക്കൂ, ഒരിക്കലേ കാണിക്കൂ. കഴുത്തിന്റെ മേലെ തല ഉണ്ടെങ്കിലേ പിന്നെ നടക്കാൻ പറ്റും. സുഖമില്ലേ തലയില്ലാണ്ട് കാണാൻ?
കഴുത്തിന്റെ മേലെ തലയില്ലാതെ കാണാൻ ഒരു സുഖന്യായിട്ട് പരിപാടി, ഒരു ഭംഗിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല. കാരണം ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇതേപോലെയൊക്കെ ഒന്നുമ്പോൾ കോടതി പോവും, അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ തെരുവോരത്തുനിന്ന് സംസാരിക്കും. ഇത്രയും കേട്ടിട്ടില്ലേ? കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാനാ? കഴുത്തിന്റെ മേലെ തല വെക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. മലപ്പുറം ജില്ലയിലെ ഒരു ക്ഷേത്രം, ഒരു ചെറിയ ക്ഷേത്രം, അത് ജീർണോദ്ധാരണം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല. അയാൾ വരിക എങ്കിൽ ഇന്നത്തെ ദേശാഭിമാനി പത്രത്തില് ഗംഭീരമായിട്ട് എഴുതുന്നു, കണ്ണാടിപ്പറമ്പിൽ വർഗീയവാദികൾ മറ്റേ വിഷം തുപ്പുന്നു, ശശികല അത് പറഞ്ഞു ഇത് പറഞ്ഞു. ഞാൻ നാളെ തന്നെ കിട്ടും. ഇന്നത്തെ ദേശാഭിമാനി പത്രത്തില് ശശികല അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഗംഭീരമായി എഴുതിയിട്ടിരിക്കുക. അവർ മുൻകൂട്ടി കണ്ട് ഞാൻ ഇന്നതൊക്കെയാണ് പറയാൻ പോണതെന്ന് മുൻകൂട്ടി കണ്ട് കുമ്മന്നേരം വന്നു പോയി എന്നുള്ളത് സത്യം. രാജേട്ടൻ പറഞ്ഞു എന്ന് പറയുന്നത് കൂട്ടഞ്ഞ. ഇതാണ് അവസ്ഥ. എന്തിനാണ് ഇവര് അമ്പലത്തിലേക്ക് ഇത്ര വേവലാതിപൂർവ്വം നോക്കുന്നത്? ഇവിടുത്തെ പള്ളികളിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കാൻ മതേതരത്വത്തിനോ മതേതരം എന്ന് പറയുന്ന പാർട്ടികൾക്കോ അവകാശമില്ലെങ്കിൽ ക്ഷേത്രങ്ങളെ നിങ്ങൾ എന്തിനാണ് കാൽക്കീഴിലിട്ട് ജനിക്കുന്നത് എന്ന് ചോദിക്കാൻ ഹൈന്ദവ സമൂഹത്തിന് സാധിച്ചില്ലെങ്കിൽ ക്ഷേത്രങ്ങളെ ശവപ്പറമ്പുകളാക്കി മാറ്റുന്നത്. അവരാരും ഇത് കൈകാര്യം ചെയ്യുന്നത് നന്നാകണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല. കുറുക്കൻ കോഴിക്കൂട് നോക്കുന്ന അതേ താല്പര്യത്തോടു കൂടിയാണ് വിഗ്രഹം എന്നത് കല്ലല്ലേ, അമ്പലം എന്നത് നാച്ചുമരല്ലേ എന്ന് ചോദിച്ചവർ ഇന്ന് ക്ഷേത്രങ്ങൾ ഭരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം ശരിക്കും കുറുക്കൻ കോഴിക്കൂട് നോക്കുന്ന അതേ സ്നേഹത്തോടു കൂടിയാണ് നോക്കുന്നത്. തരം കിട്ടിയാൽ എങ്ങനെ നശിപ്പിക്കാമെന്ന് മാത്രമാണ് അവിടെ ചിന്ത. അതുകൊണ്ടാണ് അത് ടൂറിസ്റ്റ് സെന്ററുകളാവുന്നത്. ഒരു വിശ്വാസിക്ക് കഴിയുമോ ക്ഷേത്രത്തിന്റെ നടയിൽ കൊണ്ടുപോയി ഫോട്ടോ എടുക്കാൻ അനുവാദം കൊടുക്കാൻ? ഒരു വിശ്വാസിക്ക് കഴിയുമോ ക്ഷേത്രത്തിലെ പൂജാരി കർമ്മങ്ങൾ കഴിഞ്ഞ് നടയടച്ച ക്ഷേത്രത്തിൽ ചെണ്ട പൊട്ടിക്കാൻ? ഒരു വിശ്വാസിക്ക് കഴിയുമോ? ചിന്തിച്ചു നോക്കുക. നമ്മള് ക്ഷേത്ര ചടങ്ങുകൾക്ക് വിഘാതമുള്ള ഭക്തന് വലത്ത് വെക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അവിടെ ഫോട്ടോഗ്രാഫി നടത്താൻ ഒരു ഭക്തന് സാധിക്കൂ. ഇനി ഇതൊക്കെ എങ്ങനെ നിർത്തണം? ലോകനാർക്കാവിന്റെ ഭക്തർ പറയുക ഇതെങ്ങനെ നിർത്തണം? ഇതിന്റെ നടത്തിപ്പുകാർക്ക് നിർത്താൻ എളുപ്പമാണ്, കാരണം അവരാണ് അവർക്ക് അനുവാദം കൊടുക്കുന്നത്. നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ, നിങ്ങൾ ക്ഷേത്ര ചടങ്ങുകൾക്ക് വിഘാതമാകാത്ത വിഘാതമാകുന്ന ഇത്രയും പേക്കൂട്ടുകൾ നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ അത് ഭക്തജനങ്ങൾക്ക് കേറി നിർത്തേണ്ടി വരും. അത് അത്ര സുഖകരമായ വഴിയില്ല. ഭക്തജനങ്ങൾ കേറി ഇതൊക്കെ നിർത്തുക എന്നൊക്കെ പറഞ്ഞു നിർത്താൻ ഞങ്ങൾക്ക് കൂട്ടിയാൽ പറ്റാത്തവരൊന്നുമല്ലാട്ടോ. പക്ഷെ വേണ്ടല്ലോ അല്ലെ? നിയമം ആരും കയ്യിലെടുക്കരുത്. പക്ഷെ ആരെങ്കിലുമൊക്കെ നിയമം കയ്യിലുള്ളോ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിലാണ് വല്ലോട് നിയമം കയ്യിലെടുക്കുക. അപ്പോ ക്ഷേത്ര ചടങ്ങുകൾക്ക് വിഘാതമാകാത്ത വിധത്തിൽ, ക്ഷേത്ര ആചാരത്തിന് വിരുദ്ധമല്ലാത്ത വിധത്തിൽ മാത്രമേ അവിടെ ഏത് വിധത്തിലുള്ള കാര്യങ്ങൾ നടക്കാൻ പാടുള്ളൂ. ഇതൊരിക്കലും ഒരു ടൂറിസ്റ്റ് സെന്റർ അല്ല. ഇവിടേക്ക് വരുന്നവൻ വിശ്വാസിയാണ്, ഭക്തനാണ്, തീർത്ഥാടകനാണ്. ആ തീർത്ഥാടനത്തിന് വേണ്ടി മാത്രം ലോകനാർക്കായി വന്നാ മതി. തീർത്ഥാടനത്തിൽ എല്ലാം വരും. അവിടെ ഒരു പക്ഷേ പ്രകൃതി ഭംഗി കണ്ടിരിക്കും, അവിടെ പക്ഷേ അരച്ചുകൊണ്ടിരുന്ന് ധ്യാനിച്ചു എന്ന് വരും. അല്ലാതെ പ്രകൃതി ഭംഗി കാണാൻ വേണ്ടി മാത്രം ആരും ലോകനാർക്കാവിലേക്ക് വരണ്ട. ഹരിത ഭംഗി കാണാൻ വേണ്ടി ലോകനാർക്കാവിലേക്ക് വരണ്ട. ഇത് അങ്ങനെ ഒരു ബയോളജിക്കൽ പാർക്കല്ല, ഇത് ക്ഷേത്രമാണ്. എല്ലാ ക്ഷേത്രവും കാവും കുളവും ഒക്കെയുള്ള ശരിക്കും പറഞ്ഞ ആവാസ വ്യവസ്ഥ തന്നെയായിരുന്നു. പള്ളി നശിപ്പിച്ചു വിട്ടതാണ്. അവിടെ വരുന്നവരിതൊക്കെ കൂട്ടത്തിൽ, ഭക്തിയുടെ കൂട്ടത്തിൽ, ഭക്തിയുടെ മേമ്പൊടിയിൽ ഇതൊക്കെ ആസ്വദിക്കാമെന്നുള്ളതല്ലാതെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനോ അല്ലെ അതിനെപ്പറ്റി പഠിക്കാനോ മറ്റേ തീസിസ് അതിനു വേണ്ടി വരേണ്ട കേന്ദ്രമല്ല ലോകനാർക്കാവ്. ഒരു ടൂറിസ്റ്റ് സെന്റർ അല്ല. വളരെ വ്യക്തമായി തന്നെ പറയാം, ഇതൊരിക്കലും ടൂറിസ്റ്റ് സെന്റർ അല്ല. ആ നിലയിലേക്ക് അധപ്പതിപ്പിച്ച് നാളെ ക്ഷേത്രം എന്നൊന്നേ ഇതിന്റെ ഒരു ഭാഗം മാത്രമായിട്ട്, ഒരു സബ് സെന്റർ മാത്രമായിട്ട് വിനോദസഞ്ചാര കേന്ദ്രത്തിന് ഒരു അല്ലെ തൊഴാനുള്ള ഒരു സ്ഥലം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും അതിനെ മാറ്റരുത്. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് പലരെയും ഞങ്ങൾ എതിർക്കുന്നത്. കാരണം അനുഭവമാണ് ഗുരു, അനുഭവമാണ് ഗുരു. അന്നങ്ങനെ ഇപ്പൊ ടേക്ക് ബ്രേക്ക്, അതുകൊണ്ട് അതെങ്ങനെയാ പിന്നെ അമ്പലമാവുന്ന അവിടെ കണ്ടോ പഞ്ചായത്തിന്റെ ടേക്ക് ബ്രേക്ക് ഇല്ലേ എന്ന് 10-50 കൊല്ലം കഴിഞ്ഞാൽ, 10-50 കൊല്ലം കഴിഞ്ഞാൽ ഒരു കേസിൽ ഹാജരാക്കുന്ന രേഖ ഇതായിരിക്കും. ടൂറിസ്റ്റ് സെന്റർ തന്നെയാ, അത് ഇന്നത് തന്നെയാ. കണ്ടോ അതാ ടേക്ക് ബ്രേക്ക് പഞ്ചായത്തിന്റെ നിൽക്കുന്നത് അവിടെയല്ലേ. പിന്നെ അവിടെ എന്താ ഭക്തൻ അവകാശം എന്ന് 50 കൊല്ലം കഴിഞ്ഞാൽ കോടതി പോകാൻ യാതൊരു മടിയുണ്ടാവില്ല. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ കൂറ കിടക്കട്ട പറയാറില്ല, ചെറിയ പാറ്റാന്നില്ലേ, കൊമ്പ് കിടത്താൻ അവസരം കൊടുത്ത് സ്ഥലം കിട്ടിയാൽ കൂടാൻ കിടക്കട്ടാണ്. അതിന് മുമ്പ് 2 കൊമ്പുണ്ടല്ലോ മീശ മാറ്റിട്ട്, അത് കിടത്താൻ അവസരം കിട്ടിയാൽ ബാക്കി
ബാക്കി മുഴുവൻ കിടത്തുന്നതാണ്. അങ്ങനെ കിടത്തിയോളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് നിങ്ങളുടെ ഓരോ സ്റ്റെപ്പിലെയും ഞങ്ങൾ നിൽക്കുന്നത്. ഇത് വെറും ഒരു ചന്തയല്ല, ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റല്ല. ഇത് ഭക്തിയാണ്. ക്ഷേത്രക്കുളത്തിലെ മീനുകൾ വിറ്റ് പണം ഉണ്ടാക്കാനുള്ളത് ദേവസ്വം ബോർഡ് കണ്ടുപിടിച്ച ബുദ്ധിയായിരുന്നു. പല സ്ഥലത്ത് മീൻ വളർത്തൽ തുടങ്ങി. അവിടെയും പോയി കൈ പിടിക്കാൻ ദ്വൈകവേദി ഉണ്ടായിരുന്നു. അവിടെയും പോയി കൈ പിടിക്കാൻ മീൻ വളർത്തി, അമ്പലക്കുളത്തിലെ മീൻ വളർത്തിരിക്ക്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതൊക്കെ എന്ത് ദുഷ്ടലാക്കാം. ഇവിടെയും അങ്ങനെ NDPO പേരിൽ ഇവിടുത്തെ മീനുകളും നാട് വിട്ടേക്കുന്നു എന്നൊക്കെ കേൾക്കുന്നത്. സ്ഥലം വിട്ടേക്കുന്നു, ആരുടെയൊക്കെ വയറ്റിലാണ് എത്തിയിരിക്കുന്നത് ദൈവത്തിന് മാത്രം അറിയാം. പേര് മറ്റേ ശബരിമലയിൽ പറഞ്ഞ നവോത്ഥാനം പോലെ ഇവിടെ നവീകരണം ആയിരുന്നുള്ള മാറ്റേ ഉള്ളൂ. പേരെന്തായാലും മീൻ പോയി എന്നുള്ളത് സത്യമാണ്. മീൻ പോയി എന്നുള്ളത് സത്യമാണ്. ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തു നിൽക്കേണ്ടിരിക്കുന്ന അവസ്ഥ. ഇത് എത്ര നാൾ ഭൂഷണമാണ്. എന്നാൽ വിശ്വാസത്തിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പൂർവ്വം ആലോചിക്കൂ. ഈ നവകേരള സദസ്സ് നടക്കുമ്പോൾ എത്ര സ്ഥലത്ത് വിശ്വാസങ്ങളെ അപമാനിക്കാൻ നടപടി ഉണ്ടായി. കൊല്ലം ജില്ലയിൽ കടക്കൽ പറഞ്ഞ മുഖത്തല ക്ഷേത്രം, അവിടുത്തെ പ്രതിഷ്ഠ ഗോവിന്ദനാ, ഗോവിന്ദനല്ല. അവിടുത്തെ പ്രതിഷ്ഠ ഗോവിന്ദനാണ്. കൃഷ്ണ എന്ന് പറഞ്ഞാൽ പോലെ അവിടെ ഗോവിന്ദൻ എന്ന മുഖത്തല ഗോവിന്ദസ്വാമി തന്നെയാണ്. ആ ഗോവിന്ദസ്വാമിയുടെ പ്രത്യേകത അത് ഈ പറഞ്ഞ 437 അമ്പലം റോട്ടുവക്കത്തുണ്ട്. ആ കൂട്ടത്തിൽ റോട്ടുവക്കത്തുള്ള അമ്പലമാണ് മുഖത്തല ശ്രീകൃഷ്ണസ്വാമി, ഗോവിന്ദസ്വാമിയാണ്. അപ്പൊ വിഗ്രഹം ഒരു പക്ഷെ റോട്ടിൽ നിന്ന് നോക്കിയാൽ തൊടാൻ പറ്റും. കുറച്ച് അകലെയാണെങ്കിലും റോട്ടിൽ നിന്ന് നോക്കിയാൽ വിളക്കൊക്കെ കണ്ട് തൊടാൻ പറ്റുന്ന വിധത്തിൽ നടയെന്ന് പറഞ്ഞാൽ നേരെ റോട്ടിലേക്ക് വരെ കാണാവുന്നത്. അവിടെ അമ്പലപ്പറമ്പിൽ ഈ സാക്ഷാൽ ഗോവിന്ദനെ മറച്ചുകൊണ്ട് സഖാവ് ഗോവിന്ദന്റെ 6 അടിയേറെ വലിപ്പം, 10 അടി വലിപ്പമുള്ള ഫ്ലക്സ്, ഗോവിന്ദന്റെ മൂട് സാക്ഷാൽ ഗോവിന്ദന്റെ മുഖത്തേക്ക്, സഖാവ് ഗോവിന്ദന്റെ മൂട് സാക്ഷാൽ ഗോവിന്ദന്റെ മുഖത്തേക്ക് കൊണ്ടുവന്നിട്ട് ഓലിയപ്പം അറിഞ്ഞതും വന്നു. സന്ധ്യയ്ക്ക് കൊണ്ടിട്ട് ആരും ഭയമൊന്നുമില്ല, ഇരുട്ടാണെന്ന് നിന്നിട്ടൊന്നുമില്ല. സന്ധ്യയ്ക്ക് കൊണ്ടുപോയി ഞങ്ങളുടെ അമ്പലം, ഞങ്ങൾ ധരിക്കുന്ന കേരളം, ഇവിടെ ആരുണ്ട് ചോദിക്കാൻ എന്ന മട്ടിലാ കൊണ്ടുവച്ചു. ഹിന്ദു ഐക്യവേദി അറിഞ്ഞതും വന്നു. അതുകൊണ്ടുണ്ട് ഇത് നിങ്ങൾ മാറ്റിവെച്ചാൽ മാറ്റാം. നിങ്ങൾ മാറ്റിയത് നാളെ രാവിലെ വരെ ഞങ്ങൾ സമയം തരും. നാളെ രാവിലേക്കുള്ളിൽ സഖാവ് ഗോവിന്ദൻ പോയി സാക്ഷാ ഗോവിന്ദന്റെ മുഖം റോട്ടിലേക്ക് കാണുന്ന അവസ്ഥ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പരസ്യമായി പച്ചപ്പകല് ഞങ്ങൾ ഈ ബോർഡ് എടുത്തിട്ട് പോകുന്നു. പരസ്യമായി പച്ചപ്പകലിന്റെ പ്രവർത്തകർ പറഞ്ഞു അനുസരണയുള്ള കുട്ടികളെ പോലെ രാത്രി ഏലയ്യാന്ന് പറഞ്ഞ സഖാവ് ഗോവിന്ദനെയും പൊക്കി അവിടുന്ന് പോയി. ഇങ്ങനെ എത്ര സ്ഥലത്ത് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന കാളകൾ വളരെ ഭക്തിയാഗ്രഹപൂർവ്വം എഴുന്നള്ളിക്കുന്ന അവിടെയൊക്കെ നന്ദികേശൻ എന്ന പേരെത്തുന്നവരെ അത് കൊണ്ടുപോയി പാർട്ടി സമ്മേളനങ്ങൾ വിളിക്കുക, തെയ്യത്തെ കൊണ്ടുപോയി സമ്മേളനം, ഇങ്ങനെ എന്തെന്ത് നടപടികൾ. ക്ഷേത്രം കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെ ഹിന്ദു ധർമ്മത്തെ അവസാനിപ്പിക്കാനുള്ളതാണ്. വിവാദങ്ങൾ ഉണ്ടാക്കുക, അതിലൂടെ ഹൈന്ദവ ധർമ്മത്തെ 2 തട്ടിലാക്കുക. ഇപ്പൊ പലരുടെയും മസിന് വിരിക്കുകയുള്ള ഒരാഴ്ച മുന്നേ എന്താ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, നമ്മൾ നാലമ്പലത്തിൽ തൊഴാൻ പോകുന്ന ഭരതസ്വാമിയുടെ ക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിലെ കൂടൽമാണിക്യ ക്ഷേത്രം. ഈ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ജാതി വിവേചനം ആരാ പറഞ്ഞേ? സഖാവ് പറഞ്ഞു. ദേവസ്വം ബോർഡ് മെമ്പർ സഖാവ് അഡ്വക്കേറ്റ് പറഞ്ഞു അവിടെ ജാതി വിവേചനം. എന്തുകൊണ്ട്? അവിടെ ഈഴവനായ ഒരാളെ തിരുവനന്തപുരത്ത് നിന്ന് കഴക ജോലിക്ക് വെച്ചു. ക്ഷേത്രത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഒരു ഈഴവനായ ബാബു എന്നയാളെ കഴക ജോലിക്ക് മാല കെട്ടാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ നിയമിച്ചു. തന്ത്രിമാരൊട്ടക്കി ഇയാൾ കെട്ടിയ മാല കെട്ടില്ല എന്ന് പറഞ്ഞു. തന്ത്രിമാർ അമ്പലത്തിന്റെ ചടങ്ങുകളിൽ പങ്കെടുക്കില്ല എന്ന് നോട്ടീസ് കൊടുത്തു. നമ്മളൊക്കെ അന്തം വിട്ടു, കയ്യിൽ പോയി വിചാരിച്ചു. സവർണ വിശ്വാസിയോ ഇത്ര അഹങ്കാരികളായ തന്ത്രിമാര് എല്ലാവരും പറഞ്ഞു കൊള്ളാൻ തുടങ്ങി. സവർണ അവർണ ആന ചേന പറഞ്ഞുകൊണ്ട് അല്ലെ സവർണ സംഗതി എന്താ? ആ തന്ത്രിമാരങ്ങനെ പറഞ്ഞിട്ടില്ല, ഈ മാല കെട്ടില്ല എന്നും പറഞ്ഞിട്ടില്ല. ഈ വ്യക്തി പറഞ്ഞ പോലെ ബാലു കൊണ്ട് എന്നോട് ആരും ജാതി വിവേചനം കാണിച്ചിട്ടില്ല. ഞാൻ ഈഴവനായതുകൊണ്ട് എന്റെ മാല കെട്ടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്നോടത് പറഞ്ഞത് ദേവസ്വം ബോർഡ് മെമ്പറാണ്. തന്ത്രിമാർ ഇങ്ങനെ കത്ത് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞത് ദേവസ്വം ബോർഡ് മെമ്പറാണ്. തന്ത്രിമാരിട്ട കത്തിൽ അതിൽ ജാതിയുടെ പരാമർശമേ ഇല്ല. അവര് പറഞ്ഞത് അവിടെ കാരായ്മ അവകാശമുണ്ട്. ആ ക്ഷേത്രത്തില് 12 കുടുംബങ്ങൾക്ക് വ്യത്യസ്തമായ 12 കാര്യങ്ങൾ ചെയ്യാൻ. അത് വെടിക്കെട്ട ഒരാൾക്ക്, മാല കെട്ട ഒരാൾക്ക്, അടിച്ചു തല്ലിയ ഒരാൾക്ക് എന്ന് പറഞ്ഞ് 12 കുടുംബങ്ങൾക്ക് പാരമ്പര്യമായ കാരായ്മ അവകാശം അവിടെയുണ്ട്. അത് കോടതിയും ദേവസ്വം നിയമവും അവർക്ക് അംഗീകരിച്ചു കൊടുത്തതാണ്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കാരായ്മ അവകാശത്തിന്
മാത്രം നടത്താനുള്ളതാണ്. ക്ഷേത്രത്തിലെ അടിയന്തര കാര്യങ്ങൾക്ക് ദേവസ്വം റിക്രൂട്ട്മെന്റ് അവർക്കല്ല, ഇത്തരം കാര്യങ്ങൾ അവർക്കല്ല വളരെ വ്യക്തമായി കോടതി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ഇതാണ് മന്ത്രിമാർ എതിർത്തത്. നമ്മുടെ പാരമ്പര്യമായ അവകാശമുള്ളത് നമുക്കറിയാം, കഥകളിയിലൊക്കെ ദേശം താല്പര്യമുള്ളവർക്കറിയാം ഉണ്ണായി വാര്യരുടെ കുടുംബം. ആ ഉണ്ണായി വാര്യരുടെ കുടുംബത്തിനാണ് അവിടെ കാരായ്മയായി കടകാവകാശം ഉള്ളത്. ആ കടകാവകാശം നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാണ് തന്ത്രിമാര് പറഞ്ഞത്. അല്ലാതെ ഈഴവം കെട്ടിയ മാലെടുക്കില്ല, പുലയം കെട്ടിയ മാലെടുക്കില്ല. അവിടെ നമ്പൂരെ തന്നെ വെച്ചാലും സമ്മതിക്കില്ല. മാല കെട്ടാൻ അപ്പൊ ജാതി ശ്രേണിയിൽ കൊണ്ട് ഏറ്റവും മുകളിലായിട്ടുള്ള ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ. ഈ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ തന്നെ കൊണ്ടുവച്ചാലും ഊറൽമാണിക്യ ക്ഷേത്രത്തിന്റെ നിയമപ്രകാരം പറ്റില്ല. അല്ലെങ്കിൽ നിയമം മാറ്റമായിരുന്നു ആദ്യം. അങ്ങനെ നിയമനം നടത്തുന്നതിന് മുമ്പ് നിയമം മാറ്റുന്നവർക്ക് കാരായ്മ അവകാശം ഉണ്ടാവേ. അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പല പല കാര്യങ്ങളിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. തെയ്യം കെട്ടാൻ നമുക്കറിയാലോ അല്ലേ? ഒരിക്കൽ കളിയാട്ടം എന്ന സിനിമ വിജയിച്ചതിനെ തുടർന്ന് ആരാധനായി നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സിനിമാ താരം കൂടിയാണ്, അദ്ദേഹമാണ് അഭിനയിച്ച. അദ്ദേഹത്തിന് ഒരു മോഹം ഉണ്ടായിരുന്നു, തെയ്യം കെട്ടണം. തനിക്ക് തെയ്യം കെട്ടി ആചാരപരമായി തെയ്യം കെട്ടി ആടണം. അദ്ദേഹം ചോദിച്ചു, നടക്കില്ല എന്ന് പറഞ്ഞു. നടക്കില്ല. കാരണം എന്തുകൊണ്ട്? അതൊരു പ്രത്യേക സമുദായത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ആ സമുദായത്തിൽ പെടാത്ത സുരേഷ് ഗോപിക്ക് തെയ്യം കെട്ടാൻ അവകാശമില്ല. വളരെ വ്യക്തമായി പറഞ്ഞു. അങ്ങനെ ഓരോ വിഭാഗത്തിനും കൃത്യമായ അവകാശാധികാരങ്ങളുണ്ട് ഓരോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. ഇത് സർക്കാർ ഇടപെടുമ്പോൾ മാത്രമേ കൊള്ളാവുള്ളൂ, അല്ലാത്തവർക്കൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ഈ കോഴിക്കോട് ജില്ലയിലുള്ള തെറയല്ല, വേറെ തെറയും മുടനുണ്ട്. ഇത് കെട്ടണമെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് അധികാരമുള്ളൂ, ഒരു ജാതിക്ക് മാത്രം. നമ്മൾ എല്ലാം ജാതിയിൽ പറഞ്ഞതോന്നുമല്ല, മണ്ണാൻ സമുദായത്തിന് മാത്രമാണ് ഈ തെറയും മുടനും കെട്ടാൻ ഇന്നും അവകാശമുള്ളൂ. അത് കാവ് കേൾക്കണമെങ്കിൽ അവർ കെട്ടിയ തെറയും മുടനും കാവ് കേൾക്കണമെങ്കിൽ തീയ സമുദായത്തിന് അധികാരമുള്ളൂ. അവരെ കാവ് കേട്ടാനുള്ള അധികാരം തീയ സമുദായത്തിന്. ഇങ്ങനെ ഓരോ സമുദായത്തിനും പരമ്പരാഗതമായി ലഭിച്ചിട്ടുള്ള അവകാശങ്ങളുണ്ട്. ഇതെല്ലാം എല്ലായിടത്തും ഭംഗിയായി നടന്നു പോകുന്നുണ്ട്. എവിടെയാണോ സർക്കാർ ഇതിൽ അധികാരം കാണിക്കരുത്, അവിടെ മാത്രമേ തർക്കം ഉണ്ടാവുള്ളൂ, അവിടെ മാത്രമേ വിഷയം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ ഇല്ലാത്ത ജാതി വിരോധം ഹിന്ദു സമൂഹത്തെ തമ്മിലടിപ്പിക്കാൻ ക്ഷേത്രം ഭരിക്കുന്നവർ തന്നെ അതിന് കാര്യക്കാരായിരുന്നത്. ഇപ്പൊ എന്താ അതിനെപ്പറ്റി ഒന്നും ഇണ്ടാത്തത്? ഇപ്പൊ എന്താ അതിനെപ്പറ്റി കാര്യം കൈവിട്ടു പോയി പറഞ്ഞു. കാരണം പറയേണ്ട ആള് ബാലുവാണ്. ബാലു പറഞ്ഞു, എന്നോട് ആര് ഞാൻ അവിടെ പ്രവൃത്തി ചെയ്ത ഒരു ദിവസവും എന്റെ മാല എടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്നോട് ആരും ജാതി വിരോധം കാണിച്ചിട്ടില്ല. എനിക്ക് കഴകൻ ജോലി ചെയ്യാൻ താല്പര്യവുമില്ല. കഴകൻ ജോലി തന്ത്രിമാര് പറഞ്ഞതിന്റെ മാറ്റി. അങ്ങനെ സഖാക്കള് പിന്നോട്ട് പോണവരല്ലല്ലോ. ശബരിമല വിധിയെ തുടർന്ന് 10,000-കണക്കിന് അമ്മമാർ റോട്ടിലിറങ്ങി നെഞ്ഞത്തടിച്ച് നിലവിളിച്ചപ്പോഴും അല്ലെ, കനകദുർഗയെയും ബിന്ദുവിനെ പോലുള്ളവരെ കെട്ടിയേറ്റ് ചാക്ക് കെട്ടിയിട്ടാണെങ്കിൽ ശബരിമല സന്നിധാനത്ത് കൊണ്ടുപോയിട്ട് ഹിന്ദുവിനെ വെല്ലുവിളിച്ചവർ തന്ത്രിമാര് കത്ത് കൊടുത്തിട്ട് ഉടനെ മാറ്റിയോ. എന്തുകൊണ്ടാ മാറ്റിയത്? അവർക്ക് അധികാരം ഉണ്ടായിരുന്നില്ല നിയമനം നടത്താൻ. അവർക്ക് അധികാരമില്ലാത്ത നിയമനമാണ് അവർ നടത്തിയത് എന്നുകൊണ്ടാണ് ഇരുചെവി അറിയാതെ നിയമനം മാറ്റിയത്. എന്നാലും അതൊരു ജാതിക്കച്ചവടം നടത്താൻ പറ്റുമോ എന്നുള്ളൊരു നോട്ടമായിരുന്നു ദേവസ്വം ബോർഡ് മെമ്പർ സഖാവിന്റെ കുത്തിത്തിരിപ്പ്. അത് വാർത്ത കൊടുത്ത് അത് വാർത്തയാക്കി കേരളത്തെ മുഴുവൻ ചർച്ച ചെയ്യിപ്പിച്ച് ഇവർ പിൻവലിച്ചു. എവിടെയാണോ ഹിന്ദു സമൂഹത്തെ ജാതീയമായി അടിപ്പിക്കാൻ പറ്റുന്നത്, തമ്മിലടിപ്പിക്കാൻ, അവിടെയെല്ലാം അവർ. എന്നാൽ അതേസമയം ഹിന്ദുവിന്റെ നന്മയ്ക്ക് വേണ്ടി അവരില്ല. അപ്പൊ ഞങ്ങൾ ഹിന്ദുവിന്റെ ആളുകളെയല്ല, മറ്റെല്ലാ സമുദായങ്ങളെയും രക്ഷകരാണ് അവര്. കേരളം അല്ലേ, എല്ലാവർക്കും മാതൃകാപരമായി എല്ലാവരും രക്ഷിക്കുന്ന സ്ഥലമാണേ. ജാർഖണ്ഡിൽ നിന്ന് പ്രേമിച്ചോട് ഓടി വന്നത് കേരളത്തിലേക്ക്. റിയൽ കേരള സ്റ്റോറി.